ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തൃപ്പുക. അത്താഴ ശിവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയാൽ ഉടൻ തന്നെ തൃപ്പുക നടക്കുന്നു. സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് ക്ഷേത്രത്തിനുള്ളിൽ സുഗന്ധം നിറയ്ക്കുന്ന ചടങ്ങാണിത്. ഇതിനുശേഷം നടയടയ്ക്കും. അതോടെ ആ ദിവസത്തെ ദർശനം അവസാനിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രി നടയടയ്ക്കുന്നതിനു തൊട്ടുമുൻപ് നടത്തുന്ന അതീവ സുന്ദരവും സുഗന്ധപൂരിതവുമായ ഈ ചടങ്ങ് ഭഗവാനെ ഉറക്കാൻ കിടത്തുന്ന സങ്കല്പമാകുന്നു. ഇതിന്റെ ഐതിഹ്യവും സവിശേഷതയും ഇങ്ങനെ. തൃപ്പുകയുടെ ഐതിഹ്യം പ്രധാനമായും ഭഗവാന്റെ പരമഭക്തനായിരുന്ന വില്വമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ രാത്രിയിൽ അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്ന സമയത്ത് വില്വമംഗലം സ്വാമി ക്ഷേത്രത്തിലെത്തി. സാധാരണയായി ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ ചൈതന്യം മാത്രമാണ് ഉണ്ടാവുക എന്നാണ് സങ്കല്പം. എന്നാൽ അന്ന് സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ച. ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ തന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചുവെച്ച് വളരെ ക്ഷീണിതനായി ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. പകൽ മുഴുവനും ലക്ഷക്കണക്കിന് ഭക്തരുടെ സങ്കടങ്ങൾ കേട്ടും അവർക്ക് അനുഗ്രഹം നൽകിയും ഭഗവാൻ തളർന്നിരിക്കുന്നു എന്ന് സ്വാമിയാർക്ക് തോന്നി. ഭഗവാന്റെ ഈ ക്ഷീണം അകറ്റാനും സുഖകരമായ ഉറക്കം ലഭിക്കാനുമായി സ്വാമിയാർ ചില സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ സുഗന്ധം ശ്വസിക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ മനസ്സിനും ശരീരത്തിനും കുളിർമ ലഭിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അന്നു മുതലാണ് തൃപ്പുക എന്ന ചടങ്ങ് ഗുരുവായൂരിൽ തുടങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഷ്ടഗന്ധം, ചന്ദനം, അകിൽ, ഗുൽഗുലു തുടങ്ങിയ 12ഓളം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത പ്രത്യേക കൂട്ടാണ് പുകയ്ക്കാനായി ഉപയോഗിക്കുന്നത്. അത്താഴശിവേലി കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളിയാൽ ശാന്തിക്കാർ ഈ സുഗന്ധക്കൂട്ട് വെള്ളിപാത്രത്തിൽ കനലിനു മുകളിലിട്ട് പുകയ്ക്കുന്നു. ഈ പുക ശ്രീകോവിലിനുള്ളിൽ നിറയും. ഒരു കുഞ്ഞിനെ ഉറക്കാൻ അമ്മമാർ സാമ്പ്രാണി പുകയ്ക്കുന്നത് പോലെ ജഗന്നാഥനായ ഭഗവാനെ ഒരു ഉണ്ണിക്കണ്ണനായി കരുതി ഭക്തർ ഉറക്കാൻ കിടത്തുന്ന ചടങ്ങാണിത് എന്നാണ് സങ്കല്പം. തൃപ്പുക നടക്കുമ്പോൾ ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. പുക ഉയർന്നു തുടങ്ങിയാൽ നടയടയ്ക്കും. അതോടെ ആ ദിവസത്തെ പൂജകൾ അവസാനിക്കുകയാണ്. ഗുരുവായൂരിലെ ഈ സുഗന്ധം ക്ഷേത്ര പരിസരത്ത് മുഴുവൻ വ്യാപിക്കും. ആ സമയം ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്നത് പോലും മനസ്സിന് വലിയ ശാന്തി നൽകുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്.